പെണ്ണുങ്ങളെ പറ്റി എപ്പോഴും ഞാൻ ആണുങ്ങളോട് പറയും, നിങ്ങൾ ഓരോട് മത്സരിക്കാൻ നിൽക്കരുത്. പെണ്ണുങ്ങളോട് എപ്പോഴും നല്ല എന്താണെന്നറിയാം, നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് സന്തോഷം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക, എന്നാൽ നല്ല റാഹത്തായിട്ട് കിട്ടും. രാവിലെ ഒരു കോഴിമുട്ടയും ചായയും പെണ്ണുങ്ങൾ ഉണ്ടാക്കി തന്നാൽ അതിൻ്റെ ഒരു ഗുണം പറയാം, എന്താ ചായൻ്റെ രസം, മുട്ട പുഴുങ്ങിയതല്ല നല്ല ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്ക് നല്ല കൂട്ടാനും ചായയും ചോറായിട്ട് കിട്ടും. അല്ലാതെ രാവിലെ കിട്ടിയ ചായ എഞ്ച് ചായ എങ്ങനെയാണ് ചായ ഉണ്ടാക്കലെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ചോറും കൂടി കിട്ടൂല. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും ഒരു ഗുണം പറയാം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചത് അല്ലേ. എപ്പോഴും സ്ത്രീകളോട് എന്ത് വേണം, അവർ പുറത്തിറങ്ങി പോകാത്ത ആൾക്കാർ, അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒതുങ്ങിയിട്ടുള്ള സംഗതികൾ അതിന് നമ്മൾ സന്തോഷം പറഞ്ഞു കൊടുക്കണ്ടേ. എപ്പോഴും അതിൻ്റെ ഒരു പെണ്ണുങ്ങളോട് എപ്പോഴും സന്തോഷം പറയണം. അങ്ങനെയാണ് സഹോദരിമാരെ പഠിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി തങ്ങൾ. അവർക്കിങ്ങനെ ഒരു സന്തോഷമുള്ളത് പറയും. ഇനി നമുക്കൊരു തിരുത്ത് പറയണം നോക്കാം. പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടാൽ ഭർത്താക്കന്മാർ തിരിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. കാരണം എന്താണെന്നറിയോ, പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ ഓള് സുബഹി നിസ്കരിക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും. അപ്പൊ പിന്നെ ഇബ്ലീസ് കൂടെ ഉണ്ടാവുന്ന ഉറപ്പം തന്നെയാണ്. പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടാൽ നമ്മൾ ആലോചിക്കണം, ഇന്ന് നിസ്കാരം പറ്റാത്ത ദിവസമാണോ, അതാ നോക്കണ്ടേ. നമ്മളത് നോക്കാതെ പെട്ടെന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ടും പറഞ്ഞാൽ അതല്ലേ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കല്യാണങ്ങളൊക്കെ ചില പ്രത്യേക സംഭവങ്ങളാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. ആ വഫാത്തായപ്പോൾ ഉമ്മു സലമ ബിബിക്ക് 4 മക്കളാണ്. 4 മക്കളും വിധവയായ ഉമ്മയും. മദീനത്ത് അവർക്ക് കൂട്ടുകാരില്ല, കുടുംബങ്ങളില്ല, പരിചയക്കാരില്ല, ആരുമില്ല. ആ 4 മക്കളും ഉമ്മയും അങ്ങേരത്തെ പട്ടിണിയിലാണ്, കഷ്ടപ്പാടിലാണ്, വിഷമത്തിലാണ്. എന്തു ചെയ്യും? നബി തങ്ങൾക്ക് എപ്പോഴും ആ വീട്ടിൽ പോയി നോക്കാൻ പറ്റുമോ? ഇതൊരു അന്യ സ്ത്രീയല്ലേ. ആ കുടുംബത്തിന്റെ വാർത്ത ഇങ്ങനെ എപ്പോഴും എത്തി മക്കളും ആ വിധവയായ ഉമ്മയും വലിയ സങ്കടത്തിലാണ്. ഇതിങ്ങനെ എപ്പോഴും മദീനത്ത് ചർച്ചയായപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ഒരു വിവരം പറഞ്ഞയച്ചു. ഒരാളെ, ഉമ്മു സലമ ബിവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹിന്റെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണ്. പാവപ്പെട്ടവരെയും യതീമക്കളെയും സംരക്ഷിക്കുക എന്നതാണ് മുത്തനബിയുടെ കല്യാണത്തിന്റെ രഹസ്യങ്ങൾ കാണുക. അപ്പോ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു വിവരം കിട്ടി, നബി തങ്ങൾ ഉമ്മു സലമ ബിവിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ വിവരം കിട്ടിയപ്പോൾ ഉമ്മു സലമ ബീവി അത് കേട്ടപ്പോൾ കരഞ്ഞു. 2 കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന് കരഞ്ഞിട്ട് കല്യാണത്തിന്റെ വിവരം പറഞ്ഞ ആളോട് പറഞ്ഞു, കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് വേണമെന്ന് മുത്തുനബിക്ക് ഒരു വിവരം കൊടുക്കണേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ ബീവിന്റെ അടുക്കലെത്തി. എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ ഉമ്മു സലമ ബീവി എന്താ പറയുന്നത്? നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പെണ്ണാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ ഉണ്ട്. എന്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന, അതെല്ലാം ഉണ്ട്, തങ്ങന്മാരിലും മൊയ്യന്മാരിലും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. യാ റബ്ബ് യാ റബ്ബ്, അത് വലിയ അപകടമാണ് അല്ലേ. അല്ലാഹു റബ്ബി. ഒരു ചെറുപ്പക്കാരൻ നല്ല ഒരു ക്ലോക്ക് വാങ്ങി. ആ ക്ലോക്ക് വാങ്ങിയിട്ട് ചുമരിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത്, നല്ല രസമുള്ള ക്ലോക്ക് ചുമരിൽ ഫിറ്റ് ചെയ്തിട്ട് പെരക്കാരോട് വീട്ടുകാരോട് പറഞ്ഞു, ഇത് ശരിക്കും ശ്രദ്ധിക്കണം, ഇത് ഞാൻ അത്ര സന്തോഷത്തിൽ വാങ്ങിയതാ, ഇത് കേടുവരുത്തരുന്ന കുട്ടികളോടെല്ലാം പെണ്ണുങ്ങളോടെല്ലാം പറഞ്ഞു. അതവിടെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ 11:55 സമയം, നല്ല സമയത്ത് 11:55. അതവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇയാൾ ബാത്റൂമിൽ പോയി മുപ്പര് പുറത്ത് വന്നിട്ട് ക്ലോക്ക് നോക്കുമ്പോൾ ഒരു സൂചി കാണാനില്ല. ഒരു സൂചി കാണാനില്ല. അപ്പൊ തന്നെ പെണ്ണുങ്ങൾ അവരെ അടി കൊടുക്കും. ഇതിപ്പോ ഇവിടെ വെച്ചിട്ടുള്ളൂ, ഇപ്പൊ തന്നെ ഒരു സൂചി കാണുന്നില്ല. അടി കിട്ടി പെണ്ണുങ്ങൾ കരഞ്ഞു, വരെ കുട്ടികൾ വീണ്, ആകെ പരിസരത്തുള്ള അയൽവാസികളിൽ ഓടി വന്ന് ഇതെന്താന്ന് എപ്പോ ഇവിടെ ഒരു കുലുമാര്. അപ്പൊ ഇയാൾ അയൽവാസി ആളെ കൊണ്ടിട്ട് വാ നോക്ക്, ഇത് കണ്ടോ, ഇത് കണ്ടോ എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് 12:10 2 സൂചി അവിടെ തന്നെ ഉണ്ട്. ഇത് ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അടി കഴിഞ്ഞ്, കുലുമാര് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്. ഈ പെട്ടെന്നുള്ള ദേശത്തിന് ഇങ്ങനെ ചില കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു ഹുക്കുമുണ്ട്. എന്താ ഹുക്കുമ്?
ദേഷ്യപ്പെട്ട സമയത്ത് വിധി പറയാൻ പാടില്ല. ഒരു ജഡ്ജ് വിധി കൽപ്പിക്കുമ്പോൾ കാത്തു നിൽക്കണം. ദേഷ്യപ്പെട്ട സമയത്ത് വിധി പ്രഖ്യാപിക്കാൻ പാടില്ല. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ, വിചാരണ കഴിഞ്ഞു, വിധി പറയാൻ 10-ാം തീയതിക്ക് മാറ്റിവെച്ചു. അന്ന് തന്നെ വിധി പറഞ്ഞൂടെ, പിന്നെ എന്തിനാ 10-ാം തീയതിക്ക് മാറ്റിവെച്ചത്? അത് അപ്പം തന്നെ വിധി പറയുമ്പോൾ ഈ വാദിയുടെയും പ്രതിയുടെയും വാദകോലാഹലങ്ങൾ ഇയാളുടെ ബ്രെയിനിനെ സ്വാധീനിക്കും. അപ്പൊ വിധി പറഞ്ഞാൽ അത് പലപ്പോഴും യഥാർത്ഥ വിധിയാകൂല. ഷറയിൽ ഒരു നിയമം തന്നെയുണ്ട്. മധ്യസ്ഥം പറയുന്ന ആളുകൾ, തീർപ്പ് കൽപ്പിക്കുന്ന ആളുകൾ, മസ്ലഹത്തിന് ഇടപെടുന്ന ആളുകൾ, അവരൊന്നും എത്രത്തോളം മക്കളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു വിധി പറയാൻ പാടില്ല. ഭാര്യയോടെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ച് വിധി പറയാൻ പാടില്ല. ദേഷ്യം ഒരു പിശാച്. അൽ ഗളബു മിനശ് ശൈത്വാൻ സദഖ റസൂലുള്ളാഹി. ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണുങ്ങളാണ്. നബി തങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഈ ദേഷ്യത്തിന്റെ സ്വഭാവം വരികയും എന്റെ ദേഷ്യം തങ്ങളോട് കാണിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നബിയെ, അവിടുത്തെ ഭാര്യയാകുന്നത് എനിക്ക് സന്തോഷമാണ്, സ്വർഗത്തിൽ പോകാലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീന് പദവി കിട്ടുമല്ലോ. പക്ഷേ ഞാനെങ്ങാനും തങ്ങളെ മുഖത്ത് നോക്കി അറിയാതെ ദേഷ്യപ്പെട്ടാൽ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ. അതുകൊണ്ട് നബിയെ, ഇത് പേടിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ ഒരു പെണ്ണ് കെട്ടാൻ ആലോചിച്ചു, പെണ്ണുങ്ങളെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് നമ്മളാരെങ്കിലും ആ കല്യാണത്തിന് നിൽക്കും. അപ്പൊ എന്താ റസൂലുള്ളാഹി തങ്ങള് 4 മക്കളെ ഉമ്മയെ സംരക്ഷിക്കാൻ കുട്ടികളെ അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു, സാരമില്ല, നിങ്ങളെ ആ സ്വഭാവത്തിന് മാറ്റം വരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളാം. ദുആ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മരുന്നാണ്. കണ്ടോ, ദുആ എല്ലാറ്റിനും മരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആ സ്വഭാവം മാറിക്കിട്ടാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളാം. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തു. അവിടെ നിങ്ങൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സ്വഭാവം മുഴുവനും മാറിയിട്ട് പിന്നെ എന്താ ഉണ്ടായത്? ഉമ്മു സലമ ബീവിയുടെ ദേഷ്യത്തിന്റെ സ്വഭാവം പോയിട്ട് ഉമ്മു സലമ ബീവി നല്ല ധൈര്യമുള്ള പെണ്ണായി. നല്ല ധൈര്യം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും ഉമ്മു സലമ ബീവി റെഡിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്ന സങ്കീർണത അനുഭവിച്ച 7 യുദ്ധങ്ങൾക്ക് നബി തങ്ങൾ പോയപ്പോൾ ആ 7ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൊണ്ടുപോയത് ഉമ്മു സലമ ബീവിയാണ്. ഉമ്മു സലമ ബീവി ധൈര്യമുള്ള പെണ്ണാണ്. ദേഷ്യം ആണ് പോയിട്ട് റസൂലുള്ളാഹി ദുആ ചെയ്തപ്പോൾ നല്ല ധൈര്യമായി. ഹുദൈബിയ സന്ധിയിൽ പ്രതിസന്ധിയുടെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചപ്പോൾ നബി തങ്ങൾക്ക് ധൈര്യം കൊടുത്തത് ബീവി ഉമ്മു സലമ. യാ റബ്ബ്, ഇനി ഞാൻ ബാക്കിയും കൂടി അവിടെ പറയാം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യത്തിന്റെ സ്വഭാവം മുത്തനബിയാണ് ദുആ ചെയ്തപ്പോൾ മാറിയിട്ട് അത് ധൈര്യമായി മാറി. അത് ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാ എനിക്ക് ഒന്നും കൂടി പറയാണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, ചാൻസ് കൊടുത്താൽ പിന്നെ പറച്ചിൽ ധാരാളമായി. അത് നമ്മളൊരു അവസരം കൊടുക്കുന്നത് നല്ലത്. നമ്മൾ പുരക്ക് പോകുമ്പോഴല്ല, നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിന്റെ അടുത്തെത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കുക. അല്ല, ഞാൻ നിങ്ങൾ എന്നെ പറ്റി പറയാം, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. ഞാനിപ്പോൾ രാവിലെ എത്ര മണിക്ക് പോന്നു? ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് സുബഹി ബാങ്ക്, നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ജമാഅത്ത് നിസ്കരിക്കാൻ നിന്നാൽ 20 മിനിറ്റ് കഴിയണം. അപ്പോഴേക്ക് എത്താൻ ബുദ്ധിമുട്ട്. അപ്പം നേരത്തെ പുറപ്പെട്ടു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് ഇപ്പം എത്ര മണിക്ക് വേല നിർത്താനായോ? ഇയാൾ ഞമ്മക്ക് അനുകൂലം പറയുന്ന വിചാരിച്ചിട്ടാണ് ഇയാളോട് ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ച് ഇയാൾ പറയുന്നതെല്ലാം കേട്ടപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കാം. ഇയാൾ നിങ്ങളെ ഭാഗത്ത് തന്നെ നിൽക്കുന്നുള്ളൂ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ തരട്ടെ. അപ്പോൾ ഇവിടുന്ന് 12 മണിക്ക് വയല് നിർത്തിയാൽ ഇനി നമ്മൾ പോകാനോ 12:30 ഇവിടുന്ന് പോയാൽ നാട്ടിലെത്തുമ്പോഴേക്ക് സുബഹിയാവും. ഇപ്പം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പെരക്കെത്തുന്നത് അല്ലേ? അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ഭാര്യയ്ക്ക് എന്തെല്ലാം സന്തോഷം നമ്മളോട് പറയാനുണ്ടാവും. ഇനി നമ്മൾ ചെന്നപ്പോൾ തന്നെ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്. പെണ്ണുങ്ങളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് നിൽക്കുമ്പോൾ നമ്മളെ ഹലോ തീരുന്നില്ല, നമ്മളെ സംസാരം തീരുന്നില്ല. എങ്ങനെയോ സംസാരം തീർന്ന് നമ്മൾ ഓളോട് സംസാരിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഓക്കൊരു ഫോൺ വന്ന് ഓള് ഹലോ എന്ന് പറഞ്ഞിട്ട് ഓടും. അപ്പോൾ ഓളതും തീരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങോട്ടും പറയാൻ പറ്റിയില്ല, ഓൾക്ക് പറയാനുള്ളത് ഇങ്ങോട്ടും പറയാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും വേറെ ഒരു കച്ചറ ഉണ്ടാവില്ല.
അതുകൊണ്ട് മൊബൈൽ ഫോണ് വീട്ടിലേക്ക് എത്തുന്നതിന് 2 മിനിറ്റ് മുമ്പ് തൽക്കാലം ഒന്ന് ഓഫാക്കി വെക്കാം. വീട്ടിൽ കയറി ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യ ഓളെ ഫോണൊന്ന് അവിടെ ഒതുക്കി വെക്കാം. രണ്ടാളും കയറി സലാം ചൊല്ലി എന്തെല്ലാം വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് സന്തോഷം വിവരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ നമുക്ക് ഭാര്യയ്ക്ക് അങ്ങോട്ടും സംസാരിക്കാൻ നേരമില്ല, നമുക്ക് ഇങ്ങോട്ടും പറയാൻ നേരമില്ല അല്ലേ? ഇപ്പോഴാണെങ്കിലോ ഒരാളിൽ തന്നെ എത്ര മൊബൈലാ? 2 കുട്ടികളെ പ്രസവിച്ച പെണ്ണിന്റെ മാതിരി ആൾക്കാരെത്തി 2 മൊബൈൽ. ഇത് കീ എന്ന് പറയുമ്പോൾ മറ്റേ പീ. ആകെ സംസാരിക്കാൻ മൊബൈലിൽ മാത്രമേ നേരമുള്ളൂ, നേർക്ക് നേരെ സംസാരിക്കാൻ ഇപ്പൊ സമയമല്ല. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ തങ്ങൾ എന്റെ ദേഷ്യം മാറാൻ വേണ്ടി ദുആ ചെയ്തു, അൽഹംദുലില്ലാ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് നിങ്ങളെ കൂടെ ഭാര്യയായി നിൽക്കുമ്പോൾ ഒരു വിഷമം പറയാനുണ്ട്. എന്താണ് പറയാനുള്ള വിഷമം? വിഷമം എന്താണ് പറയാനുള്ളത്? നബി, എനിക്ക് കുറച്ച് പ്രായമായി, ഞാൻ 4 കുട്ടികളുടെ ഉമ്മയാണ്. എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യയായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ സംഗതികൾക്കും നിങ്ങൾക്കൊപ്പം ഒത്താശ ചെയ്ത് നിൽക്കാൻ എന്റെ ആരോഗ്യം കുറഞ്ഞു പോയില്ലേ, എനിക്ക് വയസ്സായില്ലേ എന്ന്. ആരായി പറയുന്നത്? കെട്ടാൻ പോയ പെണ്ണുങ്ങളായി പറയുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് സാരമില്ല, എനിക്കും പ്രായമായല്ലോ. ഖദീജ ബീബി വഫാത്താകുമ്പോൾ നബി തങ്ങൾക്ക് 50 വയസ്സാണ്. പിന്നെ 3 കൊല്ലം നബി തങ്ങൾക്ക് ഭാര്യമാരില്ല. 53 കഴിഞ്ഞ് മദീനയിൽ 51 മദീനയിലെത്തിയിട്ട് പിന്നെയും 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം അങ്ങനത്തെ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സലമനെ കല്യാണം കഴിക്കുമ്പോൾ വയസ്സ് 55 റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല പ്രായം, എനിക്കും പ്രായമായില്ലേ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. അത് കഴിഞ്ഞ് അപ്പൊ ഉമ്മു സലമ ബീബി എന്നാ ഒന്നും കൂടി പറയാനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് ചാൻസ് കൊടുത്താൽ നല്ലോണം പറയാനുണ്ടാവും. അപ്പൊ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഒരു സങ്കടം കൂടി പറയട്ടെ. അതെന്താന്ന് ചോദിച്ചു. നബിയെ, എനിക്ക് 4 മക്കളല്ലേ, ഞാൻ തങ്ങളോട് കൂടെ ഒരു ഇണയായിട്ട് ചേർന്ന് വരുമ്പോൾ ഞാൻ ഈ 4 ചെറിയ മക്കളെ സംരക്ഷിക്കുകയാണോ അതല്ല തങ്ങൾക്കൊരു ഭാര്യയായിട്ട് നിൽക്കുകയാണോ? എനിക്ക് വല്ലാത്ത ബേജാറുണ്ട്. അതങ്ങ് പറഞ്ഞപ്പോൾ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മു സലമ ബീബി പറഞ്ഞു, നബിയെ എനിക്ക് 4 ചെറിയ മക്കളല്ലേ, അവരെ നോക്കണ്ടേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഉമ്മു സലമ, നമ്മൾ തമ്മിൽ വീട് കൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് 2 പേർക്കും നോക്കാമല്ലോ, മക്കളെ നമുക്ക് 2 പേർക്കും സംരക്ഷിക്കാമല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെയാണ് പുരുഷന്മാര് വീട്ടിലെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മക്കളെ നോക്കല്, മക്കളെ കുളിപ്പിക്കല്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കല്, മക്കളെ മദ്രസയ്ക്ക് അയക്കല്, മക്കളെ സ്കൂളിലേക്ക് അയക്കല് എല്ലാം ഭാര്യ മാത്രം ചെയ്യേണ്ട കാര്യമായിട്ട് വെച്ചാൽ പറ്റില്ല. നമ്മൾ സഹായിച്ചു കൊടുക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള കല്യാണം കഴിച്ചേ. ആ ചരിത്രത്തിലേക്ക് കടന്നാൽ പിന്നെ അതന്നെ കുറെ പറയാനുണ്ടാവും. ഏത് വിഷയം തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, കുറെ കാര്യങ്ങളില്ല ചരിത്രത്തിൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ. ഇനി അവിടെ നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ? ഉമ്മയും ബാപ്പയും മക്കളും തമ്മിൽ സന്തോഷത്തിലാകാനുള്ള ദുആ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമില്ലാതെ നല്ല സന്തോഷത്തിൽ കഴിയാനുള്ള ദുആ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കുടുംബ ജീവിതത്തിൽ റഹ്മത്തുണ്ടാകാനുള്ള ദുആ. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ ഒരു ദുആ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദുആ? നമുക്കൊക്കെ ഓർമ്മയുള്ള ദുആയാണ്. ആ ഖുർആൻ വ്യാഖ്യാതാക്കളെ നല്ല പോലെ പഠിപ്പിക്കും. ഈ ദുആ പതിവുണ്ടോ? ഭാര്യ ഭർത്താക്കൾക്കിടയിൽ പിണക്കമുണ്ടാകൂല. ആ ദുആ പതിവുണ്ടോ? ഉമ്മയും ബാപ്പയും തമ്മിൽ പിണക്കമുണ്ടാകൂല. ആ ദുആ പതിവുണ്ടോ? മക്കളും ഉമ്മയും തമ്മിൽ പിണക്കമുണ്ടാവുകയില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ അല്ലേ? ഇവിടെ ഒന്നും തീരെ ഇല്ല. അല്ലാഹു റബ്ബി, അല്ലാഹുവേ നീ ഖൈറായതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണേ അല്ലാഹ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി
സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ദുആ ഉണ്ട്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എല്ലാ ഭാര്യമാരും ദുആ എടുക്കണം, എല്ലാ ഭർത്താക്കന്മാരും ദുആ എടുക്കണം, എല്ലാ ഉമ്മമാരും ദുആ ചെയ്യണം, എല്ലാ ഉപ്പമാരും ദുആ ചെയ്യണം, മക്കൾ ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണക്കത്തിലും സന്തോഷത്തിലുമാകാനുള്ള ദുആ, കുടുംബങ്ങൾ ഐശ്വര്യത്തിലാകാനുള്ള ദുആ, വീട്ടിൽ നല്ല സന്തോഷം നിലനിൽക്കാനുള്ള ദുആ, അതിനുവേണ്ടി ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. ആ ദുആ നമ്മൾ എല്ലാവരും പതിവാക്കണം. അല്ലാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. ദുആ അല്ലാഹു തആലയോട് ചോദിച്ചാൽ ആ ചോദിച്ചതിന് അപ്പോൾ തന്നെ ദുആഇന് ഉത്തരം കിട്ടും. അല്ല, കുറച്ച് താമസിച്ചിട്ട് ദുആഇന് ഉത്തരം കിട്ടും. നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടുക എന്നല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദുആ എല്ലാ അമ്പിയാക്കളും ദുആ ചെയ്തിട്ടുണ്ട്, ഔലിയാക്കൾ ദുആ ചെയ്തിട്ടുണ്ട്, ബീവിമാരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ഉമ്മമാര് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് പറയട്ടെ, എല്ലാവരും ചെയ്യുന്ന ഒരു ഇബാദത്താണ് ദുആ എന്നത്. പക്ഷേ ഹൃദയത്തിൽ അല്ലാഹ് 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 അത് നല്ല പോലെ എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല, എന്റെ അല്ലാഹു എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്റെ അല്ലാഹു തആല എന്നെ വെറുതെ മടക്കുകയില്ല. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ചോദിക്കുമ്പോ തന്നെ കിട്ടണമെന്നില്ല. പണ്ട് ബറാഅത്തിന് യാസീൻ ഓതിയാൽ റിസ്ക് വിശാലമാകുന്ന പൊതുവെ പറയും. ഇവിടെ ഇല്ലേ? അപ്പൊ ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് ഒരു പെണ്ണുങ്ങൾ ബറാഅത്തിന് 3 യാസീൻ ഓതിയിട്ട് അള്ളാഹിനോട് അങ്ങനെ റിസ്ക് തരണം, ഇങ്ങനെ റിസ്ക് തരണം, മറ്റേ റിസ്ക് തരണം, അങ്ങനെ ബിരിയാണി വേണം, കോഴി വേണം, ബാക്കിയുള്ളത് വേണം, എല്ലാം ദ്വാർന്ന്. ആ കൊല്ലം വളരെ മോശം ഉമ്മാമാക്ക്, വളരെ കഷ്ടപ്പാടായി. അപ്പൊ ഉമ്മാമ്മ വിചാരിച്ച് നിൽക്കട്ടെ, അടുത്ത ബറാഅത്ത് വരട്ടെ, അന്നേരം കുറച്ച് പറയാൻ വിചാരിച്ചു. പിറ്റേത്തെ വർഷം ബറാഅത്തിന്റെ ദിവസമായപ്പോൾ ഉമ്മാമ്മ 3 യാസീൻ ഓതിയിട്ട് അള്ളാഹിനോട് പറഞ്ഞ, പടച്ചവനെ കഴിഞ്ഞ വർഷത്തെ മാതിരി അടിച്ചാൽ നീ എനിക്ക് കണക്കാക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആഇന്റെ കാര്യം പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ആവശ്യം നമുക്ക് പൂർത്തിയാക്കി തരും. ഒരു ദുആഇന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദുആ ചെയ്യുന്ന അതേ ദുആ അള്ളാഹു സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം തരും. അല്ലെങ്കിലോ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും. ഇത് രണ്ടുമല്ലെങ്കിലോ നമ്മുടെ ദുആ കാരണം അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു തരും. ഇത് 3ഉം കിട്ടുമ്പോഴോ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഹസനാത്ത്, ഒരു പദവി നമുക്ക് വർദ്ധിപ്പിച്ചു തരും. 4 ഒരു പ്രതിഫലം നൽകാതെ ഒരു ദുആ വെറുതെ മടക്കുക, അത് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതല്ല, അള്ളാഹുവിന്റെ ഇസ്സത്തിന് യോജിച്ചതല്ല. ഇപ്പോ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളെല്ലാം ഒരു പുതിയ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ, ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കുന്നതല്ലേ ആണോ? ആവശ്യമുള്ള ഒരു മസ്അല, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും കാര്യങ്ങളും അതൊന്നും ചോദിച്ചു പഠിക്കാൻ ആളില്ല. ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ആ കൊറോണന്റെ ബേജാറിൽ നിൽക്കുന്ന സമയത്താണ് തോന്നുന്നത്, ഒരാൾ രാത്രി സമയത്ത് എന്നെ വിളിച്ചു, ഹലോ, ഓ കൂറ്റമ്പർ ഉസ്താദല്ലേ? അതെ, ഒരു സംശയം ചോദിക്കാണ്. എന്തെന്നാടോ? ഇബ്ലീസ് ആണാ പെണ്ണാണ്? മുങ്കറിനെ കീർന്നു കൂടി ആ സംശയമില്ല. പാതിരാക്ക് വിളിച്ചെടുത്തിട്ട് ഒരാൾക്ക് ചോദിക്കാനുള്ളത് എന്താ? ഇബ്ലീസ് ആണാ പെണ്ണാണ്? ഇപ്പം ഞാൻ പറഞ്ഞ ഇബ്ലീസ് ഇന്നെപ്പോലത്തെ ഒരാളാണെന്നാ തോന്നുന്നത്, അല്ലാണ്ട് വേറെ എന്താ പറയേണ്ടത് അല്ലേ? അപ്പം ഞാൻ ഓർമ്മപ്പെടുന്നത്, ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാന്നുള്ളതല്ല ആളുകൾക്ക് താല്പര്യമുള്ളത്. ഇടക്കിടക്ക് വരും ഓരോരോ ചോദ്യങ്ങൾ. ഇന്നാളൊരു ചങ്ങായി ചോദിച്ചു, അല്ല ഉസ്താദേ, യൂസുഫ് നബിനെ വിറ്റ് എന്ന് പറഞ്ഞല്ലോ അല്ലേ? യൂസുഫ് നബിനെ മാർക്കറ്റിൽ വിറ്റ്, അത് എത്ര റുപ്യക്കാണ്? ഓരോരോ ആളുകളെ ചോദ്യം കണ്ണുകൾ. യൂസുഫ് നബിനെ വിറ്റത് എത്ര? ഞാൻ പിന്നെ കുഴപ്പാക്കണ്ടെന്ന് വിചാരിച്ച അയാളോട് പറഞ്ഞത്, സമനിം ബഖ്സിൻ, ചെറിയ വിലക്ക് വിറ്റ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും?
യാ അല്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാവും. ആവശ്യമില്ലാത്തത് ചോദിച്ചറിഞ്ഞ് നടക്കലല്ല നമുക്ക് വേണ്ടത്. ആവശ്യമുള്ള എത്രയോ അത്യാവശ്യമുള്ള ഫർള് അയിനായ സംഗതികൾ ചോദിക്കാനും പഠിക്കാനുണ്ട്. അതിനാൾ തയ്യാറാണ്. അത് അള്ളാഹിനോട് ചോദിക്കുമ്പോഴും ഇപ്പം അങ്ങനത്തെ ഒരു കോലത്തിലേക്കാണ് പോകുന്നത്. ദുആ ചെയ്യുന്ന സമയത്ത് നാളെ ഒരാൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ സ്വർഗത്തിന്റെ വലഭാഗത്ത് ഏറ്റവും നല്ല ഒരു സീറ്റ് തരണേ. അള്ളാഹ്ക്ക് സ്ഥലം നിശ്ചയിച്ചു കൊടുക്കാം. അദബില്ലാത്ത ദുആയിൽപ്പെട്ടതാണ് അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരണേ. അങ്ങനെ ചോദിച്ചാൽ മതി. അല്ലാഹ് നിങ്ങൾ സ്ഥലം നിർണയിച്ചു കൊടുത്തിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഇന്ന മാതിരിയുള്ള സ്ഥലം നമുക്ക് തരണം. അദബില്ലാത്ത ദുആയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു തആല തരും. എന്താണ്? ചോദിച്ചത് തരും. അല്ലെങ്കിലോ ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും. അപ്പൊരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ നമുക്ക് ഖൈറായതല്ലേ നമ്മൾ ചോദിക്കുന്നത്, പിന്നെ അതെന്നെ തന്നാ പോരെ, പിന്നെ വേറൊരു ഖൈറിനെ താമസിപ്പിക്കേണ്ട കാര്യം എന്താ? അല്ലാഹു റബ്ബി, അത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്നലത്തെ ചരിത്രം വെച്ചുകൊണ്ടാണ് നാളേക്ക് വേണ്ടി ചോദിക്കുന്നത്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയോ? അവിടെയാണ് അല്ലാഹു തആല ഖൈർ തരും എന്ന് പറയുന്നത്. ഏതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ മക്കളുണ്ട്. ചെറിയ മക്കൾ എത്ര വയസ്സാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുക? എത്ര വയസ്സാകുമ്പോൾ? അതെന്നാളെ ഒരാളോട് നോമ്പെത്രയായി എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, മറ്റേ മാസം കാണുമ്പോൾ നിർത്താം, ഞാനങ്ങനെ എണ്ണാൻ നിൽക്കലില്ല എന്ന പോലെ. നിങ്ങളെ കുട്ടികളെ വയസ്സൊന്നും നോക്കിയിട്ടില്ല അല്ലേ? അപ്പം അങ്ങനെ ഒരു 8 മാസം എല്ലാം കഴിയുമ്പോൾ ഒരു വയസ്സിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ കുഞ്ഞുങ്ങളുമെല്ലാം നടക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെറിയ മക്കൾ ഇങ്ങനെ നടക്കുമ്പോൾ കാലുമ്മൽ നോക്കിയാൽ കാണാം. ആരെ ചെരുപ്പാ കുട്ടിയുടെ കാലുമ്മലുള്ളത്? ആരെ ചെരുപ്പാ? ഉപ്പാന്റെ ചെരുപ്പ്. അല്ല, ഉപ്പാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉമ്മാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ പുതിയ ചെരുപ്പ് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ചെറിയ മോൻ പറഞ്ഞു, എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്ന് പറഞ്ഞു. ഓന്റെ ദുആ അങ്ങനെയാണ്. എന്നാ നിങ്ങൾ ഏത് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാം? ശരി, ഓനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്നാ പറഞ്ഞു. എന്നാ അത് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിക്കും. കുട്ടിന്റെ ദുആ മുഴുവൻ ഏത് ചെരുപ്പ് വാങ്ങാനാ? കുട്ടിന്റെ ദുആ മുഴുവൻ ഉപ്പാന്റെ ചെരുപ്പ് മതി, ഉമ്മാമാന്റെ ചെരുപ്പ് മതി എന്നാ. എന്നാ നമ്മൾ അതാണ് വാങ്ങിക്കൊടുക്കുന്നത്? അല്ല. എന്തുകൊണ്ട്? കുട്ടിക്ക് കാര്യം അറിയില്ല, കുട്ടിക്ക് കഥ അറിയില്ല. അതുകൊണ്ട് കുട്ടിയുടെ ദുആ ഏതാ? ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ കുട്ടികളാണ്. നമ്മളെ ദുആ ചിലപ്പോൾ എന്തായിരിക്കും? എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്നായിരിക്കും. പക്ഷെ കുട്ടി കരയുന്നത് ഉപ്പാപ്പാന്റെ ചെരുപ്പിനാണെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് എങ്ങനെ? ആ കുഞ്ഞിനെ എടുത്ത് ഒരു ഷൂ വെക്കുന്ന കടയിൽ പോകും, നല്ല ഷൂ, ഒരു ഷൂ എടുത്തിട്ട് കുട്ടിയുടെ കാലുമ്മൽ കൊടുക്കും. കുട്ടിയുടെ കാലുമ്മൽ ആ ഷൂ വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ചവിട്ടി നോക്കുമ്പോൾ കിക്കി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. അപ്പൊ തന്നെ എനിക്ക് ഉഷാറായി. അപ്പൊ മറ്റേ കാലുമ്മൽ വെച്ചു, അപ്പൊ അതിന് പിപ്പിപ്പി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്, കിക്കി പിപ്പിപ്പി. അല്ലാ. അപ്പൊ നോക്കുമ്പോ അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ കെടുക ഓഫാകുക അങ്ങനെയാണ്. അല്ലേ? ഇപ്പൊ കുട്ടി ദുആ ചെയ്തത് ഉപ്പപ്പാന്റെ ചെരുപ്പിനാ. കിട്ടിയത് ഏതാ? കിട്ടിയത് കാലിന് പാകമുള്ള നല്ല സന്തോഷമുള്ള ചെരുപ്പ്, ഷൂ ആണ് കിട്ടിയത്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഉപ്പപ്പാന്റെ ചെരുപ്പ് മതി എന്നായിരിക്കും. കാരണം നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ ചെറിയ മക്കളാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ചോദിച്ചത് ഖൈറാണോ അത് അള്ളാഹു തആല തരും. അല്ലെങ്കിൽ അതിനേക്കാൾ ഖൈറായത് ഏതാണോ അത് അള്ളാഹു തആല നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാ ഉമ്മപങ്കന്മാരോടും സഹോദരിമാരോടും പറയട്ടെ, രാവും പകലും വ്യത്യാസമില്ലാതെ നല്ല നല്ല സമയങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ 3 വിധത്തിലാണ്. ഒന്ന്, ഒറ്റക്ക് ദുആ. നമ്മുടെ സങ്കടം നമ്മൾ തന്നെ പറഞ്ഞു ദുആ. അത് നിസ്കാരം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി അതുപോലെ തന്നെ നമുക്ക് ആരാധനകളുടെ രാജാവായ നിസ്കാരം, ആ നിസ്കാരത്തിൽ ഒറ്റക്ക് ദ്വാരക്കാൻ വേണ്ടി മാത്രം ഒരു ഫർളുണ്ടല്ലോ. ദുആഇന് വേണ്ടി മാത്രമുള്ള ഒരു ഫർളുണ്ട് നിസ്കാരത്തിൽ. അതേതാ? ആ ഫർളില് ദുആ മാത്രമാണുള്ളത്. അതേതാണ്? അത് ഒറ്റക്ക് ദ്വാരക്കാൻ. അതേതാ? 2 സുജൂദിന്റെ ഇടയ്ക്കൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ എന്താ പറയുന്നത്? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ഡാറ്റയാണ്.
അതിൽ ഉൾക്കൊള്ളാത്ത ദുനിയാവും ആഖിറവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ട ദുആ. അതെങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ അവിടെ. എന്താണത്? ഒരാൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആലക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം. അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബി, അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അടുക്കുന്ന സമയം വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുന്ന സമയമാണ്. സുജൂദിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8 അവയവങ്ങൾ അല്ലെ, 7 അവയവങ്ങൾ നിർബന്ധമായും മൂക്ക് സുന്നത്തായും 8 അവയവങ്ങൾ നിലത്ത് അമർത്തി വെക്കുന്ന ഇബാദത്താണ് സുജൂദ്. അത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് സുജൂദ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ 8 വാതിലുകളും നമുക്ക് നേരെ തുറക്കാൻ കാരണമാകുന്ന ഇബാദത്താണ് സുജൂദ്. സുജൂദ് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. 2 കൈവിരലുകളുടെ പള്ള, 2 കാൽവിരലുകളുടെ പള്ള അല്ലെ, 2 മുട്ടുംകാല്, നെറ്റിത്തടം, ഇത് 7ഉം നിർബന്ധമായി നിലത്ത് വെക്കണം. എന്നിട്ടോ മൂക്ക്, അത് സുന്നത്തായിട്ട്. അങ്ങനെ 8 അവയവങ്ങൾ, 8 കവാടങ്ങളും സുർക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് സുജൂദ്. ഒരു സുജൂദ് ചെയ്തു, അല്ലാഹു തആല അധികമായി സന്തോഷിച്ചു. ആ സമയത്ത് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കാൻ. എന്തിനു വേണ്ടി? രണ്ടാമത്തെ സുജൂദിൽ അള്ളാഹിന്റെ സന്തോഷം വർദ്ധിപ്പിക്കാൻ. ഈ 2 സന്തോഷത്തിന്റെ ഇടക്ക് മെല്ലെ അള്ളാഹുവിനോട് പറയണം, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹ്, പടച്ച റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആ, പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ദുആ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ദുആ ആണ്. അപ്പൊ ഒറ്റക്ക് ദുആ ചെയ്യുക എന്ന ഒരു ഫറള് നിസ്കാരത്തിൽ പഠിപ്പിച്ചത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ വേവലാദികളും നമുക്ക് കിട്ടാനുള്ള കാര്യം എല്ലാറ്റിനും അല്ലാഹുവിനോട് ഒറ്റക്ക് ദുആ ചെയ്യുക. അത് ദുആയിൽ ഒരു പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സംഗതിയുണ്ട്. അതേതാ? അത് കൂട്ടമായ ദുആയാണ്. ഒരു വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമല്ല. ആ ഒറ്റക്കുള്ള ദുആ, ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഉമ്മമാരെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ബഹുമാനപ്പെട്ട ബീബി റാബിഅത്തുൽ അദവിയ്യ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കൽ ഫലസ്തീനിൽ പോയി. ഇപ്പൊ 5 വർഷമായി കാണും. ഫലസ്തീനിൽ പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു റബ്ബി ഒരു ജുമുഅ നിസ്കാരത്തിന് അവിടെ കൂടാൻ ഭാഗ്യം ലഭിച്ചു. ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടിപ്പുറത്ത് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ട സ്ഥലമുണ്ട്. പ്രത്യേകം അടയാളങ്ങളൊക്കെ റെഡിയാണ് അവിടെ. മുസ്ലിമീങ്ങളും വരും, മറ്റു മതക്കാരും വരും. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയാൽ അവിടെയാണ് റാബിഅത്തുൽ അദവിയ്യ ബീബിയുടെ മക്കാം. ആ മക്കാമിൽ ചെന്നാൽ നമുക്കിങ്ങനെ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെയാണ് മക്കാമുള്ളത്. ആ മക്കാമിൽ ചെന്നാൽ അതിന്റെ ചുമരിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫലസ്തീൻ ഗവൺമെന്റ് പുറത്തു നിന്ന് വരുന്ന സന്ദർശകരായ ആളുകൾ ആ പ്രദേശത്തെ, ആ നാട്ടിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു പട്ടിക കൊടുക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ കൊടുത്തിട്ടുണ്ട്. ബീബി റാബിഅത്തുൽ അദവിയ്യ, റാബിഅ ബീബി റളിയല്ലാഹു അൻഹയുടെ മക്കാം. ആ മക്കാമിൽ ചെന്ന് നോക്കുമ്പോൾ ചുമരിൽ ഇങ്ങനെ ചരിത്രം എഴുതി വെച്ച സ്ഥലത്ത് കാണാം, എന്റെ ഉമ്മ പെങ്ങന്മാരെ, നമ്മൾ ഓർക്കണം, റാബിഅ റളിയല്ലാഹു അൻഹ രാത്രി സമയമാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് റാബിഅ ബീബി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? എന്താ അള്ളാഹുവിനോട് പറയുന്നത്? യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അള്ളാഹുവേ, എന്റെ ഈ പരിസരത്ത് താമസിക്കുന്ന എല്ലാ രാജാക്കന്മാരും എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കളും എല്ലാ പണക്കാരും എല്ലാ സാധുക്കളും എല്ലാവരുടെ വീടും വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾ, കടകൾ അടച്ചു നിൽക്കുകയാണ്. വീടുകളൊക്കെ വാതിൽ അടഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും വാതിൽ അടച്ച് എല്ലാവരും വിശ്രമിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. പാപിയായ ഒരു പെണ്ണ് റാബിഅ ഇദാ ഈ പാതിരാ സമയത്ത് നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു, അല്ലാഹ്.
ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ്. ആ സമയത്ത് റാബിഅത്ത് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന് മുമ്പിൽ കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് റബ്ബിനോട് പറയുന്നത്, റബ്ബേ, ഈ പരിസരത്ത് എല്ലാ വീട്ടിലും ആളുകൾ ഉറങ്ങിക്കിടക്കുകയാണ്. ശ്മശാന തുല്യമാണ് ഇവിടുത്തെ മുഴുവൻ വീടുകളും. ഒരു വാതിലും അടഞ്ഞ് എല്ലാ വാതിലും അടച്ചിട്ടുണ്ട്. മുതലാളിമാരും സാധുക്കളും കച്ചവടക്കാരും ബിസിനസ്സുകാരും എല്ലാ വാതിലും അടഞ്ഞു നിൽക്കുന്നു. ഈ പാതിരാ സമയത്ത് അടക്കാത്ത വാതിൽ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. നിന്റെ വാതിൽക്കല്ലിതാ പാപിയായ ഒരു പെണ്ണ് റാബിഅത്ത് നിൽക്കുന്നു. അല്ലാഹ്, അവരുടെയൊക്കെ ദുആഇന്റെ രീതി കണ്ടോ നിങ്ങൾ? അല്ലാഹുവേ, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മപങ്കന്മാർക്കെല്ലാം നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹോദരിമാർക്കെല്ലാം ഈമാൻ നൽകണേ അല്ലാഹ്. റാബിഅത്ത് റളിയല്ലാഹു അൻഹ പടച്ച റബ്ബിനോട് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞു. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദുമാരൊക്കെ എല്ലാ ദുആയിലും ചേർക്കുന്ന, വിസാൽ ചെയ്തുകൊണ്ട് ചേർക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഖുതുബുസ് സമാൻ സയ്യിദ് അലവി മമ്പുറമി റളിയല്ലാഹു അൻഹു, മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങൾ ഉപ്പാപ്പ യമനിലെ ഹളറമൗത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശമാണ് തെരീം. ഞാൻ അവിടെ സിയാറത്തിന് പോയി ഒരാഴ്ച അവിടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നേതൃത്വം നൽകുന്ന ഹാഫിദ് ഉമർ എന്ന വലിയ മഹാൻ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം, ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന വലിയ സ്ഥാപനമുണ്ട്. ദാറുൽ മുസ്തഫ എന്ന് പറഞ്ഞ വലിയ സ്ഥാപനമാണ്. ഒരുപാട് മാതൃകയുള്ള രാജ്യമാണ് പിന്നെ യമനിലെ തെരീം, ദാറുൽ മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നപ്പോൾ ഒരു അത്ഭുതം കാണാൻ പറ്റിയത്, ദാറുൽ മുസ്തഫ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് തങ്ങൾ വഅദ് പറയുമ്പോൾ അതിന്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ബോക്സാണ്, എല്ലാ വീടുകളിലേക്കും കണക്ഷൻ. പള്ളിയിൽ നിന്ന് വഅദ് പറഞ്ഞാൽ എല്ലാ വീടുകളിലും. അതുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരേണ്ടത്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റ് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പുരുഷന്മാർക്ക് മാത്രം, 2 മണി മുതൽക്ക് പിന്നെ അങ്ങോട്ട് സ്ത്രീകൾക്ക് മാത്രം. പുരുഷന്മാരുടെ സമയത്ത് സെയിൽസ്മാൻമാരും അക്കൗണ്ടും ഒക്കെ പുരുഷന്മാർ, സ്ത്രീകളുടെ സമയത്തും ഒക്കെ സ്ത്രീകൾ. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ അല്ലേ? നമ്മളെ നാട്ടിൽ പിന്നെ ഇതെല്ലാം കൂടിയതല്ല. അല്ലാഹു തആല ഇതെങ്കിലും ചെയ്യാൻ ഭാഗ്യം തരാം അല്ലേ? അല്ലാഹു റബ്ബി. വേറൊരു സംഗതി ആ നാട്ടിലുണ്ട്. അതെന്താ? ഞാൻ അവിടെ ഒരാഴ്ചക്കാലം താമസിച്ചപ്പോൾ ഏറ്റവും തിരക്കുള്ള ജമാഅത്ത് സുബഹി ജമാഅത്ത്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു സംഗതി. അവിടുത്തെ ദാറുൽ മുസ്തഫ പള്ളിയിൽ ഏറ്റവും തിരക്ക് പിടിച്ച ജമാഅത്ത് ഏതാണ്? സുബഹി ജമാഅത്ത്. നമ്മളെ നാട്ടിൽ തീരെ തിരക്കില്ലാത്ത ജമാഅത്ത് ഏതാണ്? ജമാഅത്ത് നിസ്കാരങ്ങളിൽ തീരെ തിരക്കില്ലാത്ത നിസ്കാരം ഏതാ നമ്മളവിടെ? നമ്മൾ ഈ പള്ളിയിലെന്ന് അറിയാൻ ആളുണ്ടാവും, വേറെ സ്ഥലത്തെ ഞാൻ പറയും. സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു അറബി സംഘം നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. എന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടു. എന്താണ്? കേരളത്തിൽ പട്ടണങ്ങളിൽ മാത്രമേ പള്ളി എടുക്കാൻ പറ്റുള്ളൂ, ഗ്രാമങ്ങളിൽ പള്ളി എടുത്താൽ 4 വക്കത്തെ ജമാഅത്ത് നടക്കുന്നുള്ളൂ, സുബഹിക്ക് ജമാഅത്ത് നടക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യമനിലെ ഹളറമൗത്ത് തെരീം അൽ ഈമാനു യമാനി, അവിടെ തഹജ്ജുദ് ബാങ്കിന് തഹജ്ജുദിന്റെ വാങ്കുണ്ടാവും. ആ തഹജ്ജുദിന്റെ വാങ്ക് കേട്ടാൽ എല്ലാ രോഗികളെയും എല്ലാ ഗർഭിണികളെയും എത്രത്തോളം ചോര പൈതലുകളായ കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ ഉറങ്ങുകയാണെങ്കിൽ അവരെ പോലും ആ സമയത്ത് വിളിച്ചുണർത്തും. ആ സമയത്തെ ബർക്കത്തിന് വേണ്ടി എല്ലാവരെയും വിളിച്ചുണർത്തും. രോഗികളൊക്കെ ഒന്ന് ഉണർന്ന് ഒന്ന് റാഹത്തായിട്ട് വീണ്ടും ഉറങ്ങിയാലും ശരി, ചെറിയ മക്കളെ അപ്പോ വിളിച്ചുണർത്തും. എന്തിന്? തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ, ആ സമയത്തിന്റെ ബർക്കത്ത്. അത് ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത് ആ ഹളറമൗത്ത് യമനിൽ നിന്ന് മമ്പുറത്തേക്ക് വന്നിരിക്കുന്ന മഹാനാണ് മമ്പുറം സയ്യിദ് അലവി മഹാനവർകൾ. മഹാനവർകൾ ഹളറമൗത്തിൽ നിന്ന് വന്നു. തെരീം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാ വന്നത്.
അവർ തെരീമിലെ വീട് എന്ന പേരൊരു വീട് മമ്പുറത്തുണ്ട്. അതാണ് തറമ്മൽ വീട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഇരിക്കട്ടെ, അവിടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പ അവിടെ താമസിക്കുന്ന സമയത്ത് രാത്രി പകുതി സമയം കഴിഞ്ഞാൽ, രാത്രി ഒരു പാതിരാവ്, രാത്രി 2 മണിയൊക്കെ ആയാൽ ബഹുമാനപ്പെട്ട മമ്പുറത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം ഇപ്പോഴും പഴമക്കാരായ ആളുകൾ, പഴയ കാലത്തൊക്കെ ധാരാളമായി രാത്രി ഒരു 2 മണി കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും കരച്ചിലിങ്ങനെ കേൾക്കും. എല്ലാ വീട്ടിൽ നിന്നും രാത്രി പാതിരയാകുമ്പോൾ ഇങ്ങനെ അള്ളാഹുവിനോട് കരയുന്നത്. എങ്ങനെയാണ് കരയുന്നത്? സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു, കരയുന്നു, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു, കരയുന്നു. കാരണം എന്താണ്? മമ്പുറത്ത് തങ്ങളുപ്പാപ്പ യമനിൽ നിന്ന് വന്നിട്ട് മമ്പുറത്ത് താമസിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും, കരയും, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും, കരയും, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും, കരയും. അന്ന് തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്വലാത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും മമ്പുറത്തെ സ്വലാത്ത് മുടങ്ങിയിട്ടില്ല. ഒരു കൊറോണയും ഒരു അടിയന്തരാവസ്ഥയും ഒരു UDF ഒരു LDF ആര് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്തൊക്കെ ഉണ്ട്, ഒരു സമരവും കോലാഹലം ഒക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം മമ്പുറത്തെ സ്വലാത്തിന് മുടക്കമില്ല. മമ്പുറം തങ്ങൾ പാപ്പ സ്വലാത്ത് ചൊല്ലി കരയുകയാണ് പാതിരാ സമയത്ത്. അത് കണ്ടിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും അതേപോലെ കരയുന്നു. അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചാൽ, എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ, യുവാക്കളെ, ചെറുപ്പക്കാരായ എന്റെ സഹോദരി സഹോദരങ്ങളോട് പറയാനുണ്ട്, നമ്മളൊക്കെ വീടുകളിൽ കണ്ടിട്ടില്ലേ കൊച്ചു മക്കൾ, നമ്മുടെ വീട്ടിലുള്ള 1 വയസ്സായ കുഞ്ഞ്, 6 മാസമായിരിക്കുന്ന കുഞ്ഞ്, 3 മാസമായ കുഞ്ഞ്, ആ ചെറിയ കുഞ്ഞ് പൈതൽ അത് കരയാൻ തുടങ്ങുമ്പോൾ കണ്ണിൽ നിന്ന് ഒന്നായിട്ട് കണ്ണുനീര് വരും. കുഞ്ഞുങ്ങളെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നത് കണ്ടാൽ എന്താ, അത് ആർക്കും അത് കണ്ട് സഹിക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് നമ്മുടെ ഉമ്മമാര് കുഞ്ഞുങ്ങളെ എടുത്ത് ഓമനിക്കും, താലോലിക്കും. കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോഴേക്ക് ഉമ്മയുടെ മനസ്സ് വേദനിക്കുമെങ്കിൽ അല്ലാഹുവാകുന്ന ഉടമസ്ഥൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ അല്ലാഹു തആല വേദനിച്ചുകൊണ്ട് നമ്മുടെ ദുആക്ക് അപ്പോൾ അല്ലാഹു തആല ഉത്തരം തന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുആ ചെയ്യണം. അപ്പൊ ഒരു ദുആ എങ്ങനെയാണ്? നമ്മൾ ഒറ്റക്ക് അല്ലാഹു തആല ഉത്തരം തരും. പക്ഷെ എന്ത് വേണം? അല്ലാഹു തആലക്ക് തൃപ്തിയില്ലാത്ത ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ദുആ ചെയ്യാൻ പാടില്ല. അതെന്താണ് ദ്വാരക്കണത്? വേറെ ഒരാൾ നശിക്കാൻ വേണ്ടി ദ്വാരക്കാം. അപ്പുറത്തെ ഒരാൾ സൂപ്പർ മാർക്കറ്റ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് വേറൊരാൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പൊ ഇയാൾ ദ്വാരക്കാണ്, പടച്ചോനെ ഓന്റെ സൂപ്പർ മാർക്കറ്റ് നശിപ്പിച്ചു കളയണേ. അപ്പൊ ഇയാൾ ദ്വാരക്കാണ്, പടച്ചോനെ ഓൻ്റെത് നശിപ്പിച്ചു കളയണേ. ഇത് അല്ലാഹു തആല സ്വീകരിക്കണ ദുആയല്ല. അല്ലാഹു തആലക്ക് ഒരിക്കലും ഇഷ്ടമില്ല. അത് ശൈത്താന്റെ ദുആയാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പിന്നെ എന്താ ദുആ ചെയ്യേണ്ടത്? പടച്ചോനെ അയാൾക്കും ഹലാലായി റിസ്ക് കൊടുക്കണേ, എനിക്കും റിസ്ക് തരണേ, ഞങ്ങൾ 2 ആളെ കച്ചവടത്തിലും ബർക്കത്ത് ചെയ്യണേ. അതാണ് ദ്വാരക്കേണ്ടത്. അതാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാതെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം ഒന്നെന്താണ്? ഒറ്റക്ക് ദ്വാരക്ക. രണ്ടാമത്തെ കാര്യം എന്താണ്? കൂട്ടമായിട്ട് ദ്വാരക്ക. എങ്ങനെ കൂട്ടമായി ദ്വാരക്കൽ? അത് നിങ്ങൾ നല്ലപോലെ പഠിച്ചോളൂ. ഉറൂസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ അതിൽ വലിയ ലാഭമുള്ളത് കൂട്ട ദുആയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എത്ര ആൾ ആമീൻ പറഞ്ഞു? ഇപ്പൊ നമ്മളെല്ലാരും ആമീൻ പറഞ്ഞില്ലേ? അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നിസ്കാരത്തിൽ തന്നെ ആ കൂട്ടമായ ദുആ പഠിപ്പിക്കുന്നുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. അതങ്ങ് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആമീൻ. കണ്ടോ? ഒരാൾ ദുആ ചെയ്യുക, ബാക്കി എല്ലാവരും ആമീൻ പറയുക. അതാണ് കൂട്ട ദുആ. ഏതുപോലെ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഹവ്വ ബിബി റളിയല്ലാഹു അൻഹ ആമീൻ പറഞ്ഞില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞില്ലേ? അങ്ങനെ എത്ര മഹാന്മാരെ ദുആ കാണും. ഒരാൾ ദുആ ചെയ്യുന്നു, ബാക്കി എല്ലാവരും ആമീൻ ആമീൻ. അതാണ് ഒരാൾ ദുആർക്ക, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയാം. അതാണ് കൂട്ട ദുആ. ആ കൂട്ട ദുആഇന് നമ്മൾ എപ്പോഴും എന്ത് വേണം? മറ്റുള്ള ആളുകളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അത് വലിയ ഇബാദത്താണ്.
നമ്മളെ സ്വാലിഹീങ്ങളും മഹാന്മാരുമായ ആളുകൾ, ഇപ്പൊ സയ്യിദന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ, ഉസ്താദുമാരെ കാണുമ്പോൾ ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറയും. ഇത് ആര് പഠിപ്പിച്ചതാ? അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഓർത്തു നോക്കുങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഏതാണ് രംഗം? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ റസൂലിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഇപ്പോൾ മക്കത്തുൽ മുക്കറമയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പോകട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്നിട്ട് സമ്മതം ചോദിക്കാൻ. എന്തിനാ സമ്മതം ചോദിക്കുന്നത്? ഉംറക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വന്നതാണ്. ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തനബിയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴേക്ക് ഉംറക്ക് പോവുകയാണെന്ന് കേട്ടപ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ? യാ ഉഖയ്യ. അത് കേട്ട ആ അതിരറ്റ സന്തോഷത്തിൽ മുത്തനബി പതിവില്ലാത്ത രീതിയിൽ വിളിച്ചുകൊണ്ട്, ഓ എന്റെ പൊന്നു സ്നേഹിത, വല്ലാത്ത ഒരു സ്നേഹത്തിൽ വിളിച്ചിട്ട് എന്താ മുത്തനബിന്റെ വാക്ക്? വല്ലാത്ത വാക്ക. ലാ തൻസാനി ഫീ ദുആഇക. നീ ഉംറ ചെയ്യാൻ വേണ്ടി പോകുമ്പോ അവിടെ എത്തിയിട്ട് ദുആ ചെയ്യുമ്പോൾ എന്നെ മറക്കരുതേ. ഒരു വല്ലാത്ത വാക്കാണ്, വല്ലാത്ത വാക്ക. എനിക്ക് ദുആർക്കണേ എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞു. ദുആഇൽ എന്നെ മറക്കല്ലേ, ദുആഇൽ എന്നെ മറക്കല്ലേ. നബി തങ്ങൾ ആരാണ്? ഉമർ ഖത്താബ് തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപേക്ഷിച്ച് എത്ര ചെറുതാണ് ഉമർ ഖത്താബ് തങ്ങൾ? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സയ്യിദു വൽദി ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾക്ക് മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പിയാക്കൾക്ക് മുഴുവനും നേതാവ് മുഹമ്മദ് മുസ്തഫ. മലക്കുകൾക്ക് മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാന ജല്ല ജലാലു. ഇമാം സമഖ്ശരി അത് പണ്ഡിത ലോകത്ത് അദ്ദേഹത്തിന് അംഗീകാരം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ അഭിപ്രായം പറഞ്ഞതാണ്. എന്താണത്? മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിനാണോ പവർ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ പവർ? ആ ചർച്ചയിൽ സമക്ഷരി ഒരു വാക്ക് പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നതോടുകൂടെ പണ്ഡിത ലോകത്തെ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പോയില്ലേ? ലോകത്ത് മലക്കുകളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ ഉഖയ്യാ, എന്റെ പൊന്നു സ്നേഹിത, ലാ തൻസാനി ഫി ദുആഇക, നിന്റെ ദുആഇൽ എന്നെ മറക്കല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം.